കനത്ത മഴയെ തുടർന്ന് തൃശൂർ കുന്നംകുളം പഴുന്നാനയിൽ കെട്ടിടം തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടമാണ് തകർന്നത്. കോഴിക്കോട് മാറാട് ഗോദീശ്വരത്ത് കടൽ കയറി റോഡ് തകർന്നുപോയി. ഗോദീശ്വരം ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് തകർന്നു വീണത്. തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം, അതുപോലെ കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ്, അതുപോലെ വെള്ളം കയറി ആറളത്ത് വീടുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തി നടക്കുന്നുവെന്ന് അരുൺ പൂപ്പറമ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ നമുക്കൊപ്പം ചേരും. ആദ്യം തൃശ്ശൂരിലേക്ക് റാഫി കരീം ചേരുന്നു. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, തൃശ്ശൂരിലെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ? തൃശ്ശൂരിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം തന്നെ മഴക്കെടുതികളും തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് പുലർച്ചെ 4 മണിയോടെയാണ് തൃശ്ശൂർ കുന്നംകുളത്ത് കെട്ടിടം തകർന്നു വീണത്. ഒരു പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. കോൺക്രീറ്റ് കെട്ടിടം സമീപത്തെ റോഡിലേക്കാണ് പതിച്ചത്. ഈ സമയത്ത് അവിടെ ആളുകളില്ലാതിരുന്നതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. ഇപ്പോൾ ഈ റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾ നാട്ടുകാരും ഒപ്പം തന്നെ അഗ്നിസുരക്ഷാ അംഗങ്ങളും ചേർന്ന് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഒപ്പം തന്നെ രാവിലെ 8:30യോടുകൂടി തൃശ്ശൂരിലെ പീച്ചി അണക്കെട്ടിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്റർ കൂടി ഷട്ടറുകൾ ഉയർത്തും. ഇത് നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി പെരിങ്ങൽകുത്ത് ഡാമിന്റെ രണ്ടാമത്തെ സൂയിസ് വാൽവ് തുറന്നിട്ടുണ്ട്. ഇതും നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകും. തൃശ്ശൂരിലെ നഗരമേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മുതൽ ഈ മഴ ഇടതടവില്ലാതെ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് അല്പമൊന്ന് ചെറിയൊരു ശമനമുണ്ടായെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടങ്ങളിലും അപകടങ്ങൾ മഴക്കെടുതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ ശക്തമായ കാറ്റിലും മഴയിലും 9 വീടുകളാണ് ജില്ലയിൽ തകർന്നത്. പലയിടങ്ങളിലും മരം റോഡുകളിലേക്കും ഒപ്പം തന്നെ വീടുകളുടെ മുകളിലേക്കുമെല്ലാം ഒടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഒപ്പം തൃശ്ശൂരിലെ റോഡുകളിലേക്ക് മരം വീണ് ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. ഇന്നലെ അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് ഈ റൂട്ടിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും തൃശ്ശൂരിൽ റെഡ് അലർട്ട് ഉണ്ട്. ശക്തമായ മഴ തുടരുകയും ചെയ്യുകയാണ്.